അതേ കോഴിക്കോട്ടുള്ള ആളുടെ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഗിരീഷ് പുത്തഞ്ചേരി. സ്ഥിരമായി കൈതപ്രം നമ്പൂതിരി എഴുതിയിരുന്ന പാട്ടുകൾ ഇട്ടിട്ട് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞിരുന്നവരൊക്കെ ആർത്ത് ചിരിച്ച് കൈതപ്രത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരും കൈയടിച്ചിരുന്നവരും ഒക്കെ കളം മാറ്റി ചവിട്ടി. പുത്തഞ്ചേരി ഓരോ വരികൾ എഴുതിയപ്പോഴും ഈ ആഹാ ഓഹോ പറഞ്ഞവർ തന്നെ ഓഹ് ഗിരീഷ് ആഹാ ഓഹോ എന്തായി എഴുതി വച്ചിരിക്കുന്നത്, ഇതുവരെ ഇങ്ങനെ ആരും എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരീഷിൻ്റെ പുറകെ പോയി. കൈതപ്പുറം എന്താ പറയുക, പണിയില്ലാത്തൊരാളായി മാറി എന്നുള്ളതാണ് സത്യം. ഒരു ജയരാജ് മാത്രമാണെന്നാണ് കൈതപ്പുറത്തിന് അങ്ങനെ. എന്നാൽ ജയരാജിൻ്റെ ജോണി വാക്കറിലൊക്കെ എഴുതിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയെ കൊണ്ടാണ്. സ്വാഭാവികമായും കൈതപ്പുറം ഷെഡിലായി. ഇതാണ് സിനിമ എന്നുള്ള യാഥാർത്ഥ്യം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വ്യക്തിബന്ധവും തേങ്ങാക്കൊലയൊന്നും ഇല്ല എന്ന് കൈതപ്പുറം മനസ്സിലാക്കിയില്ല എന്നുള്ളിടത്താണ് കൈതപ്പുറത്തിൻ്റെ പരാജയം എന്ന് പറയാം. എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൈതപ്പുറം സംവിധാനത്തിലേക്ക് ഇറങ്ങി, സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങി. പ്രധാനപ്പെട്ടവരെയൊക്കെ നോക്കി വേഷം അഭിനയിക്കാനായിട്ട്. ഒരാളെയും കിട്ടാതായപ്പോൾ യാതോ പാകിസ്ഥാനിലുള്ളൊരു പയ്യനോ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നൊരു പയ്യനെ എന്തോ ഒരു പയ്യനെ കൊണ്ടുവന്നൊക്കെയാണ് സിനിമ ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കാനായിട്ടൊരു 4 ദിവസത്തെ ഡേറ്റ് സുരേഷ് ഗോപിയോട് ചോദിച്ചു. സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ വരാം, അതിഥി വേഷമല്ലേ ഞാൻ വരാം, പക്ഷേ എനിക്ക് 4 ദിവസത്തേക്ക് 60 ലക്ഷം രൂപ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ 60 ലക്ഷം രൂപ സുരേഷ് ഗോപി ചോദിക്കുന്നു പറഞ്ഞാൽ ഞാൻ വരണമെങ്കിൽ എനിക്ക് 4 ദിവസത്തേക്ക് 60 ലക്ഷം രൂപ വരണം. കാരണം നിങ്ങൾ സംവിധാനത്തിലൊന്നും ഒരു പ്രതിഭയൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ കരിയർ വെച്ചുകൊണ്ട് ഞാൻ വരണമെങ്കിൽ എനിക്ക് 60 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 1 കോടി തരണമെന്ന് പറയാനുള്ള റൈറ്റ് സുരേഷ് ഗോപിക്കുണ്ട്. കൊടുക്കണോ വേണ്ടേ, അയാളെ വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കൈതപ്രമായിരിക്കാം. എന്തായാലും കൈതപ്രത്തിൻ്റെ ഞാൻ 60 ലക്ഷം രൂപ സുരേഷ് ഗോപി ചോദിച്ചത് വലിയ തെറ്റ് എന്നാണ് കൈതപ്രം പറയുന്നത്. അതെങ്ങനെ തെറ്റാവുമെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ വയ്ക്കണ്ട, നിങ്ങളെന്തിനാ വയ്ക്കണേ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആളിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഞാൻ എഴുതിയ എത്രയോ നല്ല പാട്ടുകൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു, എന്നിട്ട് 4 ദിവസത്തേക്ക് 60 ലക്ഷം എന്നോട് ചോദിക്കാമോ എന്നാണ് കൈതപ്രം ചോദിക്കുന്നത്. കൈതപ്രം പാട്ടെഴുതിയതോ സംഗീതം നൽകിയതോ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ? എന്ത് വിവരക്കേടാ അദ്ദേഹം പറയണേ? വലിയ പണ്ഡിതനാണ്, പക്ഷെ പറയുന്നത് മണ്ടത്തരങ്ങളാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ എത്രയോ നല്ല പാട്ടുകൾ നിങ്ങൾ എഴുതിയിട്ടില്ല. നിങ്ങൾ എഴുതുന്നത് സിന്ദൂര രേഖ അടക്കം, സുരേഷ് ഗോപി അഭിനയിച്ചാലേ കളിയാട്ടം അടക്കം നിങ്ങൾ എഴുതിയത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ സംവിധായകൻ പറഞ്ഞ ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് എഴുതി കൊടുത്തു എന്നുള്ളതല്ലാതെ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ നിങ്ങൾ എഴുതി? അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്ന് മാത്രമല്ല, നിങ്ങൾ എഴുതിയെന്ന് വെച്ചോളൂ, നിങ്ങളതിൻ്റെ ഈ സിനിമയിൽ എപ്പോഴും ഒരു പൈസ മുടക്കമില്ലാതെ കിട്ടുന്നത് അതിൻ്റെ ഗാനരചയിതാവിനല്ലേ, അല്ലെങ്കിൽ പാട്ടിൻ്റെ സംഗീത സംവിധായകനല്ലേ. നിങ്ങൾ ആ പൈസ പൈസ പറഞ്ഞ് അന്ന് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പടമായിട്ട് യാതൊരു ഇത് പറയാനുള്ള യോഗ്യതയില്ല. ഞാൻ എഴുതിയ പടം സൂപ്പർ ഹിറ്റായി ഓടുന്നു, ഞാൻ എഴുതിയ പാട്ട് സൂപ്പർ ഹിറ്റായി കേൾക്കുന്നു എന്ന് പറയാമെന്നുള്ള അല്ലാതെ അതിൽ വേറെ എന്ത് റൈറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും? പക്ഷേ അതിൽ അഭിനയിക്കുന്ന നടൻ അതിലെന്താ റോൾ? നിങ്ങളെ വച്ച് ഒരു വൺ ലൈൻ ഉണ്ടാക്കി, അതിനൊരു തിരക്കഥ ഉണ്ടാക്കി, അതിന് സംഭാഷണം എഴുതി, ആ തിരക്കഥയിൽ എവിടെയൊക്കെ പാട്ട് വരണം, എങ്ങനെയുള്ള പാട്ട് വരണം, കളിയാട്ടത്തിൽ തന്നെ സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ പർട്ടിക്കുലർ സ്ഥലത്തൊരു പാട്ട് വേണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ സംവിധായകനും തിരക്കഥാകൃത്തും കൂടിയല്ലേ. അവർ രണ്ടുപേരും ഇരുന്ന് നിർമ്മാതാവുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ഇതിൽ ആരെ കൊണ്ട് എഴുതിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ആ പടത്തിൽ അഭിനയിക്കുന്ന സുരേഷ് ഗോപി പറയുകയാണ് കൈതപ്രം ഇതിൽ എഴുതണ്ട എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ കൈതപ്രത്തിനെ വയ്ക്കണം എന്ന് പറഞ്ഞാലും വേറെ ജോലി നോക്കണമെന്നല്ലേ നട്ടലുള്ള സംവിധായകർ പറയൂ. അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ എഴുതി കൊടുത്തു. നിങ്ങൾ നല്ല പാട്ട് എഴുതുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരം കിട്ടിക്കൊണ്ടിരുന്നത്. അത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പൃഥ്വിരാജിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പാട്ട് എഴുതിയിട്ടില്ല. മോഹൻലാലിന് വേണ്ടിയും എഴുതിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതും. കഥ പറയുന്ന, കഥ ചോദിക്കുന്ന തരത്തിലുള്ള പാട്ട് എഴുതാൻ, മനോഹരമായി എഴുതാൻ കഴിയുന്ന നിമിഷകവി എന്ന് പറയാവുന്ന വേണമെങ്കിൽ പെട്ടെന്ന് എഴുതി കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളെ കൊണ്ട് എഴുതിച്ചിരിക്കും എന്നുള്ളതല്ലാതെ അതിലെ നടന്മാർക്ക് താങ്കളുമായിട്ട് എന്ത് കമ്മിറ്റ്മെൻറ്റ്? ഒരു കമ്മിറ്റ്മെൻറ്റും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജൻ്റെ സിനിമയ്ക്ക് അല്ലെങ്കിൽ സിബി മലയിലിൻ്റെ സിനിമയ്ക്കൊക്കെയാണ് താങ്കൾ പാട്ട് എഴുതിയത്. ആ സിനിമകളുടെ നിർമ്മാതാക്കളാണ് നിങ്ങളെ ആ സിനിമയ്ക്കായി എഴുതാൻ വെച്ചത്. അവരോട് വേണം നന്ദി പറയാൻ. അവരാണ് നിങ്ങൾക്ക് പ്രതിഫലം തന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കെട്ടും പറ്റും തീർത്ത് വിട്ടാൽ പിന്നെ നിങ്ങളെങ്ങനെ നിങ്ങളെ സ്മരിക്കണം അതിൽ അഭിനയിച്ചവർ എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സ്വന്തം പലയുടെ കുത്തി നാറ്റിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കൈതപ്രം ഇപ്പോൾ യൂട്യൂബുകളിലൂടെ നടത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന് ശേഷമല്ലേ ആരെ പറമ്പിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപി അടക്കം വരുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ അടക്കം വരുന്നത്. ഇപ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട്
ആ കാമുകിയുമായിട്ടുള്ള ബന്ധം ഇവനൊരു ചട്ടമ്പി ആയതോടുകൂടി നഷ്ടപ്പെട്ട് SI സെലക്ഷനും പോയി സേതുമാധവൻ്റെ. അങ്ങനെ അവൻ ഒറ്റപ്പെട്ട് നടന്നു പോകുമ്പോൾ അവൻ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പാട്ട് എഴുതണം എന്ന് സിബി മലയിലോ ലോഹിതദാസോ നിങ്ങളോട് പറഞ്ഞിരിക്കും. നിങ്ങൾ ഒരു ചാനലിലെ ചർച്ചയിലും സിബി മലയിലിൻ്റെ പേര് പറയുന്നില്ല. എല്ലായിടത്തും എനിക്ക് വേണ്ടി ലോഹിയാണ്. ലോഹി പറഞ്ഞാൽ പോലും സിബി മലയിലിന് വേണമെങ്കിൽ നിങ്ങളെ മാറ്റാമെന്നേ. നിങ്ങൾ എന്തുകൊണ്ടോ സിബി മലയിലിനോട് ചുരുക്കമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ഒരിടത്തും സിബി മലയിലിൻ്റെ പേര്. ഞാൻ ഒരുപാട് ചാനലുകളിൽ നോക്കി, ഒരിടത്തും നിങ്ങൾ സിബി മലയിലിൻ്റെ പേര് പറയുന്നില്ല. സിന്ദൂര രേഖ പറയുമ്പോഴും പറയുന്നില്ല, കിരീടം പറയുമ്പോഴും പറയുന്നില്ല, ഹിസൈനസ് അബ്ദുള്ള പറയുമ്പോഴും പറയുന്നില്ല, ഭരതം പറയുമ്പോഴും പറയുന്നില്ല. എന്താണെന്നുണ്ട് എന്തോ ഒരു ചുരുക്ക് സിബി മലയിലിനോട് ഉണ്ടെന്ന് തോന്നും. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മോഹൻലാലിനോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ പൃഥ്വിരാജിനോ ഒന്നും നിങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. കാരണം നിങ്ങളൊരു പാട്ടെഴുത്തുകാരനാണ്. പടത്തിൻ്റെ തുടക്കകാലത്ത് പാട്ടെഴുതി സംവിധായകനും തിരക്കഥാകൃത്തും പറയുന്നിടത്ത് പാട്ടെഴുതി കൊടുത്ത് സംഗീത സംവിധായകൻ അത് സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ കെട്ടും പറ്റും തീർത്ത് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഞാൻ മനോഹരമായ പാട്ടെഴുതി, മോഹൻലാലിന് വേണ്ടി എഴുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശമാണെന്ന് ഞാൻ പറയും. ജയരാജെ, സിബിച്ച, ഈ പടത്തിൽ ആ രമേശൻ നായരെ കൊണ്ട് അല്ലെങ്കിൽ പൂവച്ചൽ ഖാദറിനെ കൊണ്ട് അതും അല്ലെങ്കിൽ ബിച്ചു തിരുമലയെ കൊണ്ട് പാട്ടെഴുതിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്ന് വെച്ചോളൂ. അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും കൈതപ്പുറം അപ്പം ഔട്ടാവുമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ദിലീപിനെ പോലെ ഒരാൾ സംവിധായകനോട് പറയുന്നത്, സാറേ ഒരുപാട് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാ പടത്തിലും അദ്ദേഹം അല്ലേ എഴുതണേ, ഇത്തവണ നമുക്ക് രമേശൻ നായരെ കൊണ്ട് എഴുതിക്കാമെന്ന് പറഞ്ഞാൽ രമേശൻ നായരെ കൊണ്ട് എഴുതിക്കും. ഇല്ല എന്ന് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരാരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു നടനും തിരക്കഥാകൃത്തിൻ്റെയോ സംവിധായകൻ്റെയോ ഇടപെടലുകളിൽ കയറി ഇടപെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറയാണ്, ദീപക് ദേവ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ്റെ 2ാം നിലയിലെ സ്റ്റുഡിയോയിൽ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ പാട്ടെഴുതാനായി ചെന്നപ്പോൾ നമ്പൂതിരി സാർ ഒരു പാട്ടെഴുതിയാൽ മതി, 2ാമത്തെ പാട്ട് മറ്റൊരു നമ്പൂതിരി പയ്യൻ, അതായത് ഹരിനാരായണൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതിയ പാട്ടെഴുത്തുകാരിൽ ഏറ്റവും തിരക്കുള്ള ആളല്ലേ ഹരിനാരായണൻ, അയാൾ എഴുതുമെന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൈതപ്പുറം പറഞ്ഞാണ് ഇത് പുറത്തറിയുന്നത്. എന്തായാലും ദീപക് ദേവ് പറഞ്ഞിട്ടില്ല, ദിലീപും പ്രതികരിച്ചിട്ടില്ല. ദിലീപ് അങ്ങനെ പറയാമോ എന്നാണ് കൈതപ്പുറം ചോദിക്കുന്നത്. പറഞ്ഞോ, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ദിലീപിനെ വിളിച്ച് പറഞ്ഞു കാണും, സാർ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തില്ലേ, ഞാനൊരു തുടക്കക്കാരനല്ലേ, എനിക്കൊരു പാട്ട് എഴുതാൻ അവസരം തരണമെന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കാം. ആ പടം സംവിധാനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സംഗീത സംവിധാനം വിചാരിച്ചാണ് കൈതപ്പുറത്തിനെ കൊണ്ട് എഴുതിക്കാവുന്നത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ദിലീപ് ചിലപ്പം വിളിച്ച് പറഞ്ഞാണ്, ഒരു പാട്ട് കൈതപ്പുറം എഴുതട്ടെ, പക്ഷേ അടുത്ത പാട്ട് ആ ഹരിനാരായണന് കൊടുക്കുമെന്ന് പറഞ്ഞോ എന്ന് എനിക്കണ്ട. ദിലീപ് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞെങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രോജക്റ്റിൽ അയാൾക്ക് ആരെ കൊണ്ട് എഴുതിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൈതപ്പുറത്തിന് ചെയ്യാമായിരുന്നത് ഈ വയ്യാത്ത കാലം വെച്ച് കോഴിക്കോട്ട് നിന്ന് എനിക്ക് എറണാകുളത്ത് വന്ന് ഈ 2ാം നിലയിലെ റെക്കോർഡർ റൂമിൽ വന്നൊന്നും എനിക്ക് പാട്ട് എഴുതാൻ പറ്റില്ല. ഞാൻ വളരെ സീനിയറായ ആളാണ്. ഈ ദിലീപ് അടക്കം ദീപക് ദേവ് അടക്കം സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്ത് ഞാൻ പാട്ട് എഴുതിയിരുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പാട്ട് എഴുതാൻ സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാൻ കോഴിക്കോട്ടിരുന്ന് എഴുതി കൊടുക്കാം എന്ന് പറയണമായിരുന്നു. അതിന് പകരം അദ്ദേഹം സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ദീപക് ദേവിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ 2ാമത്തെ നിലയിലാണ്, ഈ ഒരു വശം പാരാലിസിസ് ആയ ഞാൻ ആ 2ാം നില വലിഞ്ഞു കയറേണ്ടി വന്നു. പക്ഷേ ഒരു പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ദിലീപ് പറയുകയാണ്, അടുത്ത പാട്ട് വേറൊരു നമ്പൂതിരി എഴുതട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ ഈ കൈതപ്പുറം പറയുന്നത് വരെയും ഹരിനാരായണൻ ഒരു നമ്പൂതിരിയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സിനിമയിൽ ഞാനൊരു അനുഭവം പറയാം. എൻ്റെ സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ കൊണ്ടാണ് പാട്ട് എഴുതിക്കാൻ തീരുമാനിച്ചത്, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ. അപ്പോൾ ജയചന്ദ്രനെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പാട്ട് എഴുതുന്നത് ഗിരീഷാണേ എന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് എൻ്റെ ജയചന്ദ്രൻ ചോദിച്ചു, അത് വേണം കേട്ടോ. ഞാനെന്ത് ഇപ്പോൾ വരെ ഓരോ ദിവസം കഴിയുമ്പോഴും പ്രശ്നങ്ങളാണ് കേട്ടോ. ഇവിടെ തന്നെ വന്ന് ഒരുപാട് വഴക്ക് കൂടിയിട്ടൊക്കെ പോയി. ഞാൻ പറഞ്ഞു, എന്തോ ഞാൻ എൻക്വയറി എന്ന് പറഞ്ഞ അയാൾ ആദ്യത്തെ പടത്തിന് പാട്ട് എഴുതാനുള്ള അവസരം ചോദിച്ച് മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയിൽ വരുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഞാൻ. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, എന്തെങ്കിലും ഞാനൊരു സംവിധായകനാകുമെങ്കിൽ, ഉറപ്പില്ല, ആകുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പാട്ട് എഴുതിക്കും എന്ന് വാക്ക് കൊടുത്തതാണ്. അയ്യോ ചേട്ടാ പ്രശ്നമില്ല, അത്രയും ബന്ധമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ചേട്ടൻ സംസാരിക്കാം. അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയെ വെച്ച് ഒരു 1-ാം തീയതി റെക്കോർഡിങ് തീരുമാനിച്ചു. 26-ാം തീയതി 27-ാം തീയതിയോ ജയചന്ദ്രൻ വിളിച്ച് പറയുന്നു, ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ക്യാൻസറായിരുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എന്തും സംഭവിക്കാം. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്കിത് കമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ, ഒരാഴ്ച ഒന്ന് തള്ളി വയ്ക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച 2 ആഴ്ച തള്ളി വയ്ക്കാം കൂട്ടാ, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് ചെയ്യാം. അല്ല കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ച് പറയൂ,
28-ാം തീയതി 29-ാം തീയതി തിരിക്കണ്ട, കാരണം ഒരാഴ്ച ഇത് തള്ളി വയ്ക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രൻ പറഞ്ഞോട്ട് കോഴിക്കോട്ട് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ അല്പം എന്താ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ചന്ദ്രൻ പനങ്ങോട്ടിനെ എടുത്ത് ലെഫ്റ്റ് റൈറ്റ് അടിച്ചു. നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാൻ പറയാനും നിങ്ങൾ തോന്നുമ്പോൾ വരണ്ട എന്ന് പറയാനും ഞാനാര് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഉടയ്ക്കുക. പറഞ്ഞല്ല, ഈ സംഗീത സംവിധായകൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ഗുരുതരമാണ്. ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെങ്കിൽ ഞാനും തോന്നുന്നത് നിങ്ങൾ വേറെ മ്യൂസിക് ഡയറക്ടർ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് പുള്ളി. അവസാനം മേലെ ഈ ഫോണിൽ വിളിക്കരുതേ, നിങ്ങളുടെ ഈ പടത്തിന് പാട്ട് എഴുതാൻ വരാൻ എനിക്ക് താല്പര്യമില്ല, തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വെച്ചെഴുതും. ഇവിടെയൊക്കെയാണ് ഈ ഗുളിയ നിൽക്കുന്ന നേരത്ത് പറയുന്നത്. ഗിരീഷ് പറയാണ് തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വെച്ചെഴുതിക്കോളാൻ. അപ്പോൾ പനങ്ങോട് വൈമനസ്യത്തോടെ എന്നോട് വന്ന് ഈ വിവരം പറഞ്ഞു. അപ്പം ഞാൻ വെട്ടൊന്ന് മുറുണ്ട് എന്നുള്ള സ്വഭാവക്കാരനായതുകൊണ്ട് ഇനി അത് വെച്ചുകൊണ്ട് ഗിരീഷുമായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കാം പതിയെ 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 സോഫ്റ്റായിട്ട് ചന്ദ്രൻ പനങ്ങോട് ഈ വിവരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രയാസം തോന്നി. ഞാൻ അപ്പം ഗിരീഷിനെ വിളിച്ചപ്പോൾ ഒന്നും അറിയത്തില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ ഒരു വിശേഷവുമില്ല. ഗിരീഷ് പുത്തഞ്ചേരി എന്നല്ല, വയലാർ രാമവർമ്മ അടക്കം ആര് പാട്ടെഴുതിയാലും ഇപ്പോൾ 10 പൈസ കിട്ടില്ല. കാരണം ഈ വ്യാജ CD ഇറങ്ങാൻ തുടങ്ങിയതോടുകൂടി കാസറ്റ് കച്ചവടം പൂട്ടി. അറിയാമല്ലോ, അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പാട്ട് എഴുതുന്നോ, ഇളയരാജ സംഗീതം കൊടുക്കുന്നോ, AR റഹ്മാൻ സംഗീതം കൊടുക്കുന്നൊന്നും പറഞ്ഞാലൊന്നും 10 പൈസ കാസറ്റിന് കിട്ടില്ല. ആ മുടക്കുന്ന പൈസ പോവുകയാണ്. പക്ഷേ നമ്മളെ സിനിമയ്ക്ക് പാട്ട് ആവശ്യമുള്ളതുകൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇങ്ങനെ ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്, എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിലിരുന്ന് എനിക്കിത് സംഗീത സംവിധാനം നിർവഹിക്കാൻ കഴിയില്ല, ഒരാഴ്ച തള്ളാമോ എന്ന് ജയചന്ദ്രൻ ചോദിച്ചാൽ ഒരു മാനുഷിക പരിഗണന അനുസരിച്ച് ഒരാഴ്ച തള്ളാം നമ്മൾ പറയും. ആ വിവരം നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ 1-ാം തീയതി വരാനായിട്ട് 29-ാം തീയതി എന്തോ കയറണ്ട എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ മോശമായി സംസാരിച്ചു എന്ന് പറയുന്നു കേട്ടോ. അതിൽ നിങ്ങളുടെ ഒരു വാക്കാണ് എന്നെ നോവിച്ചത്. എന്ത് വാക്ക്? ഞാൻ പറഞ്ഞല്ല, തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും കൊണ്ട് എഴുതിച്ചോളാൻ പറഞ്ഞു. ഈ തിരുവനന്തപുരത്തുള്ള ഏവൻ എന്ന് പറയുന്നതില്ലേ ONV കുറുപ്പ് പെടുവോ? ദിനേശ് അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു പറയരുതെന്നോ? ശ്രീകുമാരൻ തമ്പി പെടുവോ? പൂച്ചൽ ഖാദർ പെടുവോ? ബിച്ചു തിരുമല പെടുവോ? ഈ ആരെയാണ് നിങ്ങൾ ഏവൻ എന്ന് പറഞ്ഞത്? ഒരവന്മാരെയും പറയാനുള്ള ഒരു യോഗ്യതയും ഗിരീഷേ നിങ്ങൾക്കില്ല കേട്ടോ. ഇതാ ഇവിടെ വച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അപ്പം തന്നെ, എനിക്ക് ചെറിയ പരിചയം ഉണ്ടെങ്കിലും എന്നെക്കാൾ കൂടുതൽ കാവടിയാട്ടം സംവിധാനം ചെയ്ത അനിയൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ അടുത്ത സുഹൃത്താണ് BR പ്രസാദ്. അപ്പോൾ ഗിരീഷാണ് പാട്ട് എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ അനിയനെ ഒരു ദിവസം വഴി വെച്ച് കണ്ടപ്പോൾ എൻ്റെ പറഞ്ഞു, ദിനേശ് ആ BR പ്രസാദിന് ഒരു പാട്ടെങ്കിലും കൊടുക്കാനുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്ത പടത്തിലാവട്ടെ എന്നൊക്കെ അവന് വിട്ടു. BR പ്രസാദിനെ വിളിപ്പിച്ചു. BR പ്രസാദ് വന്നു, സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. പാട്ട് എഴുതാനായിട്ട് റൂമിൽ കയറി കഥ അടയ്ക്കും. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി, ഒരു വരി എഴുതില്ല. എപ്പോഴും സയാമീസ് ഇരട്ടകളെ ഓപ്പറേഷൻ നടത്തി 2-2 കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എപ്പോൾ റൂമിൽ ചെന്നാലും പുള്ളി ഈ വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഈ ചോരയും ഈ കീറി എടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഭ്രാന്താവും. വല്ല വിധേനയും ഒരു പാട്ടെഴുതി, ചന്ദ്ര ചന്ദ്ര എന്നുള്ള പാട്ടെഴുതി. അതെഴുതി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡമ്മി വാക്കുകൾ ഇട്ട് ജയചന്ദ്രൻ ട്യൂൺ കൊടുക്കും. അല്ല തന്നന്ന അങ്ങനെയല്ല. അപ്പോൾ ചന്ദ്ര ചന്ദ്ര എന്ന് എഴുതി ട്യൂൺ അല്ല അങ്ങനെ പാടിയാണ് ഡമ്മി ട്യൂൺ കൊടുത്തത്. ആ ചന്ദ്ര ചന്ദ്ര മാനത്തെ ചന്ദ്ര വെച്ച് തന്നെ BR പ്രസാദ് ഒരു പാട്ട് എഴുതി. പക്ഷേ 2ാമത്തെ പാട്ട് എഴുതുന്നേ ഇല്ല. വീണ്ടും 4-5 ദിവസം കഴിഞ്ഞപ്പോൾ രഘുനാഥ് പല്ലേരി എന്നോട് പറഞ്ഞു, ദിനേശ് അയാളെ പറഞ്ഞു വിട്, വെറുതെ ദിവസവും 10,000-4,000 രൂപ റൂമിനും ആഹാരവും എല്ലാം കൂടെ കുറേ കാശ് ഇങ്ങനെ പോകുന്നല്ലാതെ അയാൾ എഴുതുന്നില്ല, അയാളെ പറഞ്ഞു വിടുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു BR പ്രസാദിൻ്റെ, ഞാൻ പറഞ്ഞു പ്രസാദ് നമുക്ക് അടുത്ത പാട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, ഒരു പാട്ടേ ഇപ്പോൾ കമ്പോസ് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ പോയിട്ട് ഞാൻ വിളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അത് ചുമ്മയാണെന്ന്. ഞാൻ അയാളെ മാറ്റി പകരം വയലാർ ശരത്ചന്ദ്രവർമ്മ വെച്ച് എഴുതി. ഈ പറയുന്ന ഗിരീഷ് പുത്തഞ്ചേരിയോ ഈ പറയുന്ന BR പ്രസാദോ എന്നോട് ഉടക്കാനൊന്നും വന്നിട്ടില്ല. നിങ്ങളെങ്ങനെ ഞങ്ങളെ മാറ്റിയിട്ട് BR പ്രസാദിനെ ആക്കിയെന്ന് ഇതുവരെ ആരും എൻ്റെ ചോദിച്ചിട്ടില്ല. സിനിമയിൽ ഇതൊക്കെ നടക്കുന്നതാണെന്നേ. ഇപ്പോൾ പുറപ്പാട് എന്ന് പറഞ്ഞ പടത്തിലെ മനോഹരമായ പാട്ടുകൾ മുഴുവൻ ചെയ്ത ഔസേപ്പച്ചനായിരുന്നു. പക്ഷേ റീ റെക്കോർഡ് ഈ ശ്യാമിനെ കൊണ്ടാ ചെയ്യിച്ചത്. അസോസിയേഷനിലൊക്കെ പരാതി കൊടുത്തിട്ട് പോലും JC സാർ പറഞ്ഞു, ഇയാൾ ഔസേപ്പച്ചൻ നല്ല സംഗീത സംവിധായകനാണ്, പക്ഷേ റീ റെക്കോർഡിങ്ങിനുള്ള മെടുക്കില്ല, വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ സുഹൃതം ഞാൻ വർക്ക് ചെയ്ത പടമാണ്. ബോംബെ രവിയായിരുന്നു സംഗീതം, പക്ഷേ റീ റെക്കോർഡ് ചെയ്തത് ജോൺസൺ ആയിരുന്നു. ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള പാട്ടിൻ്റെ സംഗീതത്തിനുള്ള അവാർഡ് ബോംബെ രവിക്കും റീ റെക്കോർഡിങ്ങിനുള്ള അവാർഡ് ജോൺസനും കിട്ടി സുഹൃത്തിലൂടെ. ഇതൊക്കെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് കൈതപ്പുറത്തിനും അറിയാം. എന്നാലും അദ്ദേഹത്തിന് കുറ്റം പറയണം. അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജ് അഹങ്കാരിയാണ്,